കവറിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അവരും ചിന്തിക്കുക, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നാട്ടുകാര് കാണുന്നില്ല എന്ന് ശരിയാണ്, പക്ഷേ ഉടമയായ റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുറ്റക്കാരാണ്. അതിനൊരിക്കലും നമ്മൾ ഒത്താശ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ വീട്ടിലേക്ക് കള്ളു കുടിച്ചൊരു മകൻ കയറി വരുമ്പോ, നമ്മുടെ വീട്ടിലേക്ക് ലഹരി ഉപയോഗിച്ചൊരു മകൻ കയറി വരുമ്പോ നമ്മുടെ വിഷമം എത്രയുണ്ടാകും. നമ്മൾ ഈ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഭർത്താവായിരിക്കും, ഏതെങ്കിലും ഒരു കുട്ടിയുടെ പിതാവായിരിക്കും, ഏതെങ്കിലും ഒരു വാപ്പയുടെ മകനായിരിക്കും. അവനെ വഴികേടിലേക്കാകാൻ നമ്മൾ കാരണക്കാരാവരുത്. ധനം നഷ്ടമാണ്, അഭിമാനം നഷ്ടമാണ്. കള്ളുകുടിയൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, അതിൽ പിടിക്കപ്പെട്ടവൻ, അതിൽ ജയിലിൽ കിടന്നവൻ എന്നൊക്കെ പറയുന്നത് തന്നെ അപമാനമാണ്. അവന് മാത്രമല്ല, ആ വീട്ടുകാർക്ക് അപമാനമാണ്, ആ നാട്ടുകാർക്ക് അപമാനമാണ്. പറയണ്ട, മോഹമാലിൽ എന്തോ ഒരാളെ കുറിച്ചിട്ടുണ്ടല്ലോ എന്നാ പറയാ, എല്ലാവർക്കും അപമാനമാണ്. അഭിമാനത്തിന് ക്ഷതം വരുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. മാത്രമല്ല, അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നാനാഭാഗത്തും വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മിഫ്താഹു കുല്ലി ശർ, എത്ര മനോഹരമായ വാക്ക്. എല്ലാ തിന്മകളുടെയും ചാവിയാണ് ഈ കല്ലെന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. ഉമ്മുൽ ഖബായിസ് എന്നാണ് മറ്റൊരിടത്ത് റസൂലുള്ളാഹി പറഞ്ഞത്. എല്ലാ തിന്മയുടെയും മാതാവാണ് കള്ളു കുടിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നോ പറയേണ്ടിടത്ത് നോ പറയാൻ നമുക്ക് കഴിയണം. അരുതെന്ന് പറയേണ്ടിടത്ത് അരുതെന്ന് പറയാൻ കഴിയണം. എങ്ങനെയാണോ നമുക്ക് അതിന്റെ ഈ ഓപ്പറേഷൻ തൂഫാനും ആ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അതിനു വേണ്ടി നിൽക്കാൻ പറ്റുക, അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളാരും അത് ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല, ഉപയോഗിക്കുന്നവർക്ക് ഒത്താശ കൊടുക്കാനും നമ്മൾ പാടില്ല. അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല എന്നോർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിന് രക്ഷ നൽകട്ടെ. നമ്മുടെ സമൂഹത്തിന് അല്ലാഹു തആല രക്ഷ നൽകട്ടെ. ഇത്തരം മാരകമായ വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ ചെറുപ്പക്കാരെയും, നമ്മുടെ മഹല്ലത്തിനെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടി പറയുകയല്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട, വ്യാപകമായി പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിന് തടയിടാൻ നമ്മളും കൂടെ നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്.